ഇനി അറിയേണ്ടത് ഇന്ത്യയുടെ നമ്മുടെ സാഹചര്യം, നമ്മുടെ ആശങ്ക, നമുക്ക് നമ്മുടെ കപ്പലുകൾ, എണ്ണക്കപ്പലുകൾ ഹോർമൂസ് വഴി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ശ്രീ മോഹനൻ പിള്ള പറഞ്ഞതുപോലെ ഒരു ഫ്രണ്ട്ലി അറ്റാക്ക് എന്ന നിലയിലേക്ക് ആയിരിക്കുമോ, നമ്മൾ ബാക്കി നെഗോഷിയേറ്റ് ചെയ്തിരിക്കുമോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ചർച്ചകൾ, ഇവിടെ ഇറാൻ അംബാസഡറുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ചർച്ചകൾ, അതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ സാഹചര്യത്തിലും കുറച്ചുകൂടി ഗുണകരമാക്കാൻ കഴിയുമോ? അതല്ല, ഈ ഹോർമൂസിലെ ഈ പ്രതിസന്ധി അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിനോടകം തന്നെ നോക്കൂ, പാചകവാതക പ്രതിസന്ധി, എണ്ണ വില ഇതാ കുതിച്ചുയരുന്നു, ആ രീതിയിലൊക്കെ ഇതിൻ്റെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ദിവസവും മാർക്കറ്റിൽ അത് പ്രതിഫലിക്കുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ പ്രതിസന്ധി നാളെ തൊട്ട് അല്ലെങ്കിൽ ഈ നിമിഷം തൊട്ട് ഇന്ത്യ അടക്കം, പ്രത്യേകിച്ച് ഇന്ത്യ തന്നെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി എത്രത്തോളം വലുതായിരിക്കും? അതല്ല നമ്മുടെ കൈകളിലായിരിക്കുമോ, കാര്യങ്ങൾ കൈകളിൽ നിൽക്കുമോ? നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ വളരെ കെയർഫുള്ളായി പ്രതികരിക്കുന്നത്. ഇതൊരുപക്ഷെ ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റായി നീണ്ടുപോയാലും ഇന്ത്യക്കുള്ള ഊർജ സുരക്ഷ നിലനിർത്തണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് കടന്ന് കുറേ കപ്പലുകളെങ്കിലും ഇന്ത്യയിലേക്കെങ്കിലും വരാൻ സാധിക്കണം. അതിനുള്ള ഒരു ട്രാക്ക് 2 അത് ഒരുക്കുന്ന തിരക്കിലാണ് ഭാരതമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ഫയർ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ഫയർ അല്ലെങ്കിൽ ഫ്രണ്ട്ലി അറ്റാക്ക്, അങ്ങനെ ഒരു അറ്റാക്ക് ഇല്ലല്ലോ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ പറയുന്നത് തങ്ങൾക്ക് വലിപ്പച്ചെറുപ്പം നോക്കേണ്ട കാര്യമില്ല, തങ്ങൾ ഇത് അടച്ചു എന്ന് പറഞ്ഞാൽ അടച്ചു എന്നാണ് അർത്ഥം. അത് സുഹൃത്ത് രാജ്യങ്ങൾക്കും ശത്രുരാജ്യങ്ങൾക്കും എല്ലാം നേരെ തങ്ങൾ ഹോർമൂസിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചു. ഏതെങ്കിലും കപ്പലുകളെ കടത്തിവിടുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഒരുപക്ഷെ അവസരം കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു സിംബോളിക് ജസ്റ്റർ എന്ന നിലയിൽ ഈ ബന്ദിൻ്റെയൊക്കെ ആദ്യ മണിക്കൂറുകളിൽ ഒരു പാർട്ടി ബന്ദ് പ്രഖ്യാപിക്കുന്നു. ഏതെങ്കിലും ഒരു ഈർക്കൽ പാർട്ടിയായിരിക്കും ബന്ദ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യ മണിക്കൂറുകൾ ബന്ദ് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ഏതാനും വണ്ടികൾ തടഞ്ഞു നിർത്തണം, ഏതാനും ടയറുകളിൽ നിന്നും കാറ്റൂരി വിടണം, ചിലപ്പോൾ എവിടെയെങ്കിലും അള്ളുകൾ പാകേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം തന്നെ ബന്ദിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഹോർമൂസ് അടച്ചിരിക്കുന്നു എന്ന് ഇറാൻ പറയുമ്പോൾ അത് ലോകരാജ്യങ്ങൾ ഗൗരവമായി എടുക്കണമെങ്കിൽ ഇത് വെറും വീൺവാക്കല്ല, ഗൗരവമാണ്. ഡയറക്റ്റ് ചോദിച്ചാൽ ഒരു ഊർജ്ജ അടിയന്തരാവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകുമോ എന്നുള്ളതാണ്. ഊർജ്ജ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊരു ഊർജ്ജ സുരക്ഷാ നയത്തിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് സ്ട്രാറ്റജിക് റിസർവ്സ് ഓഫ് ഓയിൽ ഉണ്ട്. അത് 3 ഇടങ്ങളിലായി വലിയ ഒരു സംഭരണ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്നും കിട്ടാവുന്ന എണ്ണ പരമാവധി കഴിഞ്ഞ ഒരു മാസം റഷ്യക്ക് നേരെയുള്ള ഉപരോധം ലിഫ്റ്റ് ചെയ്ത സമയത്ത് റഷ്യൻ എണ്ണ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്പോഴും റഷ്യൻ എണ്ണ തുടർന്നും ലഭിക്കുന്നു. പക്ഷേ ആകെ ഊർജ്ജ ആവശ്യത്തിൻ്റെ ഏതാണ്ട് 70-80% മാത്രമേ ഇതുകൊണ്ടാകുന്നുള്ളൂ. മറ്റൊരു 20% കൂടി ഒരു ഷോർട്ടേജ് ഉള്ളത് ഗൾഫ് മേഖല സുരക്ഷിതമാണെങ്കിൽ മാത്രമേ ശരിയാകൂ. അതുകൊണ്ട് ഊർജ്ജ അടിയന്തരാവസ്ഥയുടെ അത്യാവശ്യമൊന്നുമില്ല എങ്കിൽ പോലും ഊർജ്ജ വിലകൾ തെരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓയിൽ പൂൾ ആ ഒരു സംവിധാനത്തിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് നിർത്തിവെച്ചു എങ്കിലും ഈ ഒരു ടോളറൻസ് ലെവൽ ഓഫ് ദ ഓയിൽ കമ്പനീസ് അത് പരിഗണിക്കേണ്ടതുണ്ട്. ലളിതമായി ശ്രീ മോഹൻ വർഗീസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പാചകവാതകത്തിന്റെ കാര്യം, ഈ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള എന്താണ്, അത് പൂർവാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാം പ്രതിസന്ധി രൂക്ഷം. അതിനോടകം എത്ര കപ്പലുകൾ ഹോർമൂസ് കടന്നു പോയിട്ടുണ്ട്, അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന്, പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് അത് ഉള്ളതാണല്ലോ, ശരിയാണല്ലോ. അപ്പോൾ ഈ നിലയിൽ ആ സാഹചര്യത്തിലും വരുന്ന ഈ പ്രതിസന്ധി അത് എത്രത്തോളം ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതകളുണ്ട്? പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ മാസങ്ങളല്ല, ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. കാരണം ഇവിടെ പ്രൊഡക്ഷൻ എഫക്റ്റഡായി ഗൾഫ് രാജ്യങ്ങളുടെ പല രാജ്യങ്ങളുടെയും പ്രൊഡക്ഷൻ സിസ്റ്റം തന്നെ പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ, പ്രത്യേകിച്ച് പ്രകൃതിവാതക പ്രൊഡക്ഷൻ, നാച്ചുറൽ ഗ്യാസിൻ്റെയൊക്കെ അവർ LNG CNG ഉത്പാദനം പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ ഖത്തർ തന്നെ പറയുന്നത് 5 വർഷം കാലമെടുക്കും. അതുകൊണ്ട് തീർച്ചയായും ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈ ഇപ്പോൾ അടുത്ത വർഷം മുതൽ വെനിസ്വലയിൽ നിന്നും കൂടുതൽ എണ്ണം ലഭ്യമാക്കി തുടങ്ങും. അമേരിക്ക ഇടപെട്ടുകൊണ്ട് അത് കൂടുതൽ റിലീസ് ചെയ്യുകയാണ്. അതുപോലെ റഷ്യക്കെതിരെയുള്ള ഉപരോധത്തിൽ കുറവ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഓയിൽ വരും. അപ്പോൾ ഓയിൽ മാത്രമല്ല വിഷയം, ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ആശ്വാസമുണ്ടെങ്കിൽ പോലും നാച്ചുറൽ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ LPGയുടെ ഒക്കെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധി ഭാരതം മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഊർജ്ജ അടിയന്തരാവസ്ഥ എന്നതിനേക്കാൾ കൂടുതൽ വളരെ ബോധപൂർവമായ ഊർജ്ജ ഉപഭോഗം കുറച്ചുകൊണ്ട് വരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഇപ്പോൾ കൽപ്പാക്കം ആണവ നിലയം ഉൾപ്പെടെ ഊർജ്ജ ഉത്പാദനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ചോദിക്കാൻ വന്ന കാര്യമാണ്. നമുക്ക് ഈ ബദൽ മാർഗങ്ങൾ, നമുക്ക് ഈ പ്രതിസന്ധി മാത്രം മുന്നിൽ കണ്ട് അതിലിങ്ങനെ അപലപിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ റിസോഴ്സ് അതുപയോഗിച്ചാലും അതിന് മറ്റ് ബദൽ മാർഗങ്ങൾ അത് പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ അടിയന്തരമായിട്ട് അതിനുള്ള ശ്രമങ്ങൾ, അതിനുള്ള ചർച്ചകൾ, അത് ഡിപ്ലോമാറ്റിക് ലെവൽ, അത് ഒപ്പം ഇന്ത്യയുടെ നമ്മുടെ സോഴ്സ്, ഇതൊക്കെ എത്രത്തോളം സാധ്യമാകും?
ഇപ്പോൾ സിവിൽ അമേരിക്കയുമായി 2008 പിന്നെ എത്തിച്ചേർന്ന കരാർ സിവിൽ ന്യൂക്ലിയർ എനർജി കരാറാണ്. 123 എഗ്രിമെന്റിനെ തുടർന്നുള്ള ഒരു കരാറാണ്. ഹൈഡാക് കമന്റ് ചെയ്ത് എല്ലാം നേടിയെടുത്തത് എന്തിനു വേണ്ടിയാണ്? ഊർജ ആവശ്യം നിറവേറ്റാൻ വേണ്ടി നമുക്കുള്ള റിയാക്ടറുകൾ 22 റിയാക്ടറുകളിൽ 14 എണ്ണം ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇയർമാർക്ക് ചെയ്യുകയും അവിടെ ഊർജ ഉത്പാദനം ഭംഗിയായി നടക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതുമാത്രമല്ല തോറിയം റൂട്ടിലൂടെയുള്ള ഉത്പാദനം, അതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ മണ്ണിലാണ് തോറിയത്തിൻ്റെ ലോകത്താകമാനമുള്ള തോറിയം നിക്ഷേപത്തിൻ്റെ 1/3 നമ്മുടെ ചവറ, നീണ്ടകര, കൊല്ലം ആ ഒരു ബെൽറ്റിലാണ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ഹൈഡ്രോ കാർബണിലോടുള്ള ഒരു വലിയ ആശ്രിതത്വം കുറച്ചുകൊണ്ട് വരികയും സ്വന്തമായ ഊർജ്ജ ഉപാധികൾ കണ്ടെത്തി ഊർജ്ജ സുരക്ഷിതത്വം നേടിയെടുക്കുകയും ചെയ്യുക. നമ്മുടെ രാജ്യത്തിൻ്റെ 3 സെക്യൂരിറ്റി പാരഡൈംസ് ആണുള്ളത്. ഒന്ന് ദേശീയ സുരക്ഷ, അതില്ലെങ്കിൽ രാജ്യമല്ല, അതിനുവേണ്ടി സൈന്യവും ഡിഫൻസ് സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. 2 ഭക്ഷ്യ സുരക്ഷ, അത് ഓൾറെഡി നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ വിഷയമാണ്. ഹരിത വിപ്ലവത്തിലൂടെയും ധവള വിപ്ലവത്തിലൂടെയും എല്ലാം ഈ ഭക്ഷ്യ സുരക്ഷ നമ്മൾ 5 ഇയർ പ്ലാൻസ് എല്ലാത്തിലൂടെയും നമ്മൾ ഭക്ഷ്യ സുരക്ഷ കൈകാര്യം ചെയ്തു. ഇനി ആകെ ബാക്കിയുള്ളത് ഒരു ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് രാജ്യമാകണമെങ്കിൽ വികസിത ലോകത്തേക്കുള്ള പ്രയാണത്തിൽ ഇന്ത്യക്ക് വേണ്ടത് ഊർജ്ജ സുരക്ഷിതത്വമാണ്. 80-85% ഊർജ്ജ ഉപാധികൾ നമ്മൾ വെളിയിൽ നിന്ന് സോഴ്സ് ചെയ്യുകയാണ്. അത് ഹൈഡ്രോ കാർബൺ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആകെയുള്ളത് കൽക്കരിയും കുറച്ച് കാര്യങ്ങളും മാത്രമാണ്. അത് തികയില്ല. ബോംബെ ഹൈയിൽ നിന്നും ആസാമിലെ ബ്രഹ്മപുത്ര വാലിയിൽ നിന്നും ഒക്കെ ലഭിക്കുന്നത് തുലോം പരിമിതമായ തോതിലുള്ള എണ്ണയാണ്. പക്ഷേ അതുകൊണ്ട് എണ്ണയ്ക്ക് ശേഷം എന്ത് എന്നതിൻ്റെ ഉത്തരം തേടാൻ കൂടുതൽ ഗൗരവമായ, ഇവ ലോകം മുഴുവൻ യുദ്ധത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ ഗൗരവമായ ഗവേഷണങ്ങളിലും ഇൻവെസ്റ്റ്മെന്റിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ടാണ് നാളെയും ഗൾഫിലോ മറ്റേ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് എവിടെങ്കിലും കിടക്കുന്ന റിസോഴ്സുകൾ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എക്കാലത്തേക്കും നയമുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 കാലം നിൽക്കാനുള്ള ഊർജ്ജ സുരക്ഷ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് ഭാരതം. തീർച്ചയായും ശ്രീ മോഹൻപിള്ള, 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ എവിടെ പ്രതിസന്ധി ഉണ്ടായാലും അത് ഇന്ത്യയെ ബാധിക്കുമെന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് പഴയ രീതിയിലേക്ക് വീണ്ടും പോകുമോ എന്ന വലിയൊരു ചിന്തയാണ്. ഇവിടെ കേരളത്തിൽ പോലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പരിണിത ഫലം എന്നുള്ളത്. അപ്പോൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി, അതായത് ഇത് ഈ ഹോർമോസ് അവിഭാജ്യ ഘടകമാണ്, വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് ഏറ്റവും ഒടുവിൽ ഇതാ പ്രതികരണം കൂടി വരികയാണ് ഇറാൻ്റെ. അങ്ങനെ നോക്കുമ്പോൾ കടുപ്പിക്കപ്പെടുകയാണ് സാഹചര്യങ്ങൾ. അവിടെ ട്രംപിൻ്റെ ഈ ഒരു അറ്റാക്ക്, ഈ ട്രംപിൻ്റെ അറ്റാക്കിന്, അമേരിക്കയുടെ ഇന്നത്തെ ഈ അറ്റാക്കിന് മറുപടി തീർച്ചയായും ഉണ്ടാകും. അത് ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുമോ? അപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഗൾഫിലെ ഈ പ്രതിസന്ധി അത് നീണ്ടു നിന്ന് പോവുകയാണ്. അപ്പോൾ ആ തലത്തിലും ഈ 2 കാര്യങ്ങളിലും, ഒന്ന് ഇവിടെ ഉണ്ടാകുന്ന ഊർജ്ജത്തിൻ്റെ അടക്കം പ്രതിസന്ധിയും ഗൾഫ് മേഖലയിൽ ഇത് ഏതൊക്കെ രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇത് തീർച്ചയായിട്ടും ഗൾഫ് മേഖലയിലെ GCC കൺട്രീസിൽ ഇറാൻ ഈ പ്രസന്റ് കണ്ടീഷൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ ബേസസ് അവിടെ ഉള്ളിടത്തോളം കാലം ഈ ടെൻഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GCC കൺട്രീസ് ഒരു റീതിങ്കിങ് നടത്തും. അവർക്ക് അവിടെ ബേസ് US-ഉമായിട്ട് ബേസ് കൊടുക്കണോ, അത് ഞങ്ങൾ ചെയ്തത് നല്ല കാര്യമാണോ അല്ലയോ എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിനകത്ത് വരും. അപ്പോൾ തീർച്ചയായിട്ടും അവര് അതിന് വീണ്ടും നമ്മൾ 2 ആഴ്ച മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് വരുന്നുണ്ട്. കാര്യം US അങ്ങനെ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ഓപ്ഷനാണ് അവർക്കുള്ളത്. ഒന്ന്, ഇതിൽ GCC കൺട്രീസ് സെൽഫ് ഡിഫൻസിന് വേണ്ടി അവരവരുടെ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോഴും ബെനിഫിറ്റ് കിട്ടുന്നത് അമേരിക്കയ്ക്കായിരിക്കാം എന്ന് അമേരിക്ക വിചാരിക്കുന്ന കാര്യം ബിസിനസ് ആണല്ലോ. ഇക്കണോമിക്കലി അവർ കൂടുതൽ എക്യുപ്മെന്റ്സും വെപ്പണും വാങ്ങിക്കൂട്ടേണ്ടതായിട്ട് വരും ഈ GCC കൺട്രീസ്. അതൊരു ഓപ്ഷനാണ്. ഇല്ല എങ്കിൽ ഈ GCC കൺട്രീസിൽ US-ന്റെ സേ കുറഞ്ഞ് ചൈനയുടെ സേ കൂടും എന്നുള്ളതാണ് വരുന്നത്. കാര്യം ചൈനയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഏരിയയിൽ ഇല്ലാതെ അമേരിക്കയ്ക്ക് ഒരു കാലത്തും മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് സൈലന്റ് പ്ലെയറായിട്ട് ചൈന ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതാണ്, ചൈന. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ കാർഗോ തന്നെ വിട്ടത് ഇറാനിൽ നിന്ന് പോയത് ചൈനയിലോട്ടാണ്. അപ്പൊ എന്താണ് അതിന് ഇപ്പോഴും സൈലന്റ് ആണ്. പക്ഷേ അമേരിക്കയും വളരെ കരുതലോട് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ സീസ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. കാര്യം അമേരിക്ക പറയുന്ന പ്രൊപഗണ്ട എന്ന് പറയുന്നത് എത്രത്തോളം റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ പിന്നീടേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർ പറഞ്ഞത് കൃത്യമാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം ആ ഒരു കൺസെപ്റ്റിലോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റ് ഗൾഫ് കൺട്രീസിൽ GCC കൺട്രീസിലും അതുപോലെ തന്നെ ഇന്ത്യ, പാകിസ്ഥാൻ പോലുള്ള
കൺട്രീസിനുമാണ്. അപ്പൊ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആദ്യം തന്നെ അങ്ങ് തുനിഞ്ഞിറങ്ങിയത്. കാര്യം ഇന്ത്യ വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്, വളരെ കരുതലോടെ. കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, പൂർണ്ണമായും അമേരിക്കൻ ബാസ്ക്കറ്റിലോട്ട് പോകേണ്ടിയിരുന്ന, അമേരിക്കൻ അംബ്രല്ലയുടെ അടിയിൽ പോകേണ്ടിയിരുന്ന ഇന്ത്യ ഇപ്പോൾ റീതിങ്കിങ് നടത്തി ഇന്ത്യയുടെ വിദേശകാര്യ നയം അല്പം മൈൽഡാക്കി ആ ഒരു സൈഡിലോട്ട് മാത്രം പോകുന്നില്ല എന്നുള്ള ഏറ്റവും നല്ല ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടി എന്നാണ് ആദ്യം മുതൽ തന്നെ ഞാൻ പറയുന്നത്. കാര്യം ഈ ഒരു ക്രൈസിസ് കൊണ്ട് ഇന്ത്യ ഒരു പാഠം പഠിച്ചു. ആ പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ അമേരിക്കൻ ബാസ്ക്കറ്റ്. അങ്ങനെ ഒരു പാഠം നമ്മൾ പഠിച്ചു. അത് വളരെ നല്ല പാഠമാണ്. കാര്യം ഇനിയും വരാൻ പോകുന്ന എന്താണ്, അമേരിക്ക പറയുന്നു ട്രേഡ് ഡീലിൽ USSRൽ നിന്ന് ഓയിൽ മേടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ അത് വീണ്ടും നീട്ടിക്കൊടുക്കും. നമ്മൾ USSRുമായിട്ട് ട്രേഡ് റിലേഷൻ ഇംപ്രൂവ് ചെയ്തേ പറ്റുള്ളൂ, ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വീണ്ടും US-ഉമായിട്ട് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്നുള്ള 1-to-1 ഒരു കാരണവശാലും വരില്ല. അപ്പോൾ വീണ്ടും ആ റിലേഷൻ വേഴ്സ് ആവും. ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ വീണ്ടും പോകേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ ഊർജ്ജ സുരക്ഷയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇറാനെയും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെയും റഷ്യയെയും ഒക്കെ ഏറ്റവും കൂടുതൽ ആദ്യം മുതൽ തന്നെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ് നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ GCC കൺട്രീസിൽ എന്തു പ്രോബ്ലം ഉണ്ടായാലും ആ പ്രോബ്ലത്തിനെല്ലാം, അതായത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് വി ഹാവ് ടു മൂവ് വെരി കെയർഫുള്ളി എന്നുള്ള രീതിയിൽ. ഇത് എസ്കലേറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഫുൾ ഫ്ലഡ്ജ് വാറിലോട്ടൊന്നും ഒരിക്കലും പോകില്ല. ഇത് ടെൻഷൻ കൊടുക്കും US അഗെയിൻ, പിന്നെ ഒരു ഇതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിനകത്ത് ടോക്കിൽ അതായത് ഇതിൽ വരുന്നത് എന്താണ്, അതായത് ഹോർമുസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കടലിടുക്കാണ്. അതിന് US-ന് എന്താണ് അല്ലെങ്കിൽ ഇറാൻ എന്താണ് അതിന് അധികാരം എന്നുള്ള രീതിയിൽ വരും. പക്ഷേ ഇതിനകത്തുള്ള ഒരു പോയിന്റ്, ഏതാണ്ട് ഒരു 12 മൈലുകളോളം തീരം ആ പർട്ടിക്കുലർ രാജ്യത്തിൻ്റെയാണ്. അത് അന്തർദേശീയ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണത്. അതായത് 12 മൈലോളം ആ കടൽ തീരം ആ പർട്ടിക്കുലർ രാജ്യത്തിൻ്റെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 12 കിലോമീറ്റർ ഇറാന് തീർച്ചയായിട്ടും ആ ഹോർമസ് കടലിടുക്കിൽ ഫുൾ റൈറ്റ് ഉണ്ട്. അവർക്ക് അവിടെ മൈനിങ് ചെയ്യുകയോ ഒരുപക്ഷെ അവിടെയെല്ലാം മൈനിങ് ചെയ്തിരിക്കുന്നത് പോലും ആ ഏരിയയിലായിരിക്കാം. അത് കഴിഞ്ഞ് വിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹോർമസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 30 മൈല് വരെയൊക്കെയാണ് അതിൻ്റെ ചില സ്ഥലങ്ങളിലെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാന് അതിനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പെർമനന്റ് ആയിട്ടുള്ള ഒരു തലവേദന എന്ന് പറയുന്നത് ഇതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ട്രംപ് വേറെ രീതിയിൽ ചിന്തിച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ കൂടുതൽ ടെൻഷൻ കൊടുക്കുമ്പോൾ ഈ ഹൂത്തീസും ഒക്കെ സൂയസ് കനാൽ ബ്ലോക്കേഡ് ചെയ്യും. അപ്പോൾ സൂയസ് കനാൽ ബ്ലോക്കേഡ് ചെയ്യുമ്പോൾ അതിലേക്കൂടുള്ള ആ ഒരു ട്രേഡും വേണമെന്നുണ്ടെങ്കിൽ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ട്രംപിന്റെ ഒരു വിചാരം എന്തെന്ന് ചോദിച്ചാൽ, വീണ്ടും അമേരിക്കൻ എണ്ണയ്ക്ക് വില കൂട്ടും, വളരെ നല്ല രീതിയിൽ വില കൂട്ടി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ബിസിനസ്സിൽ മാർക്കറ്റിൽ മോഹനൻ പിള്ള. അപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ അത് ഇന്നും സാഹചര്യങ്ങളെ സങ്കീർണമാക്കിയാണ്. ഇന്നിപ്പോൾ ഇറാന്റെ കപ്പൽ അറ്റാക്ക് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുന്നു. തിരിച്ചടിക്കാൻ വേണ്ടി ഇറാന്റെ പ്രതികരണം വരുമ്പോൾ തീർച്ചയായും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായി മാറുകയാണ്. വളരെയധികം നന്ദി.